ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാറാണ്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ്. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ 3 പദ്ധതികൾ കേരള പോലീസ് നടപ്പിലാക്കി. 1 വാട്സപ്പ് ചാറ്റ് ബോട്ട്, 2 അക്കൗണ്ട് സ്കോറിംഗ്, 3 ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർ സംസ്ഥാന ക്രൂയിസ് റൂട്ട് മധ്യപ്രദേശിലെ മേഘ്നാഥ് ഘട്ടിനെയും സക്കർജയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപയോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതി ടൈം ഓഫ് ഡേ ബില്ലിംഗ്. പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവനിലയാണ് ചഷ്മ-5 ചൈനയുടെ സഹായത്തോടു കൂടിയാണ്. ആഗോളതലത്തിൽ മാതൃരാജ്യത്തേക്ക് പണം അയക്കുന്നതിൽ ഒന്നാമത്തെ ഇന്ത്യയാണ്. മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ആണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയത് ധുബ്രിയാണ്. ആസാമിലെ കുറഞ്ഞ മണ്ഡലം ജമ്മു-കശ്മീരാണ്. രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 വിനോദസഞ്ചാരത്തിനായി ഏറ്റവും അധികം ഇന്ത്യക്കാർ സന്ദർശിച്ചത് തായ്ലൻഡാണ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തക സിസ്റ്റർ മൈഥിലിയാണ്.